ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ പെട്ടള കുടുംബം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ. രാവിലെ ഒരു 6:30 ആകുമ്പോഴേ ഞാൻ എഴുന്നേൽക്കാം കേട്ടോ. രാവിലെ എണീറ്റ് ഡോറൊക്കെ തുറന്ന് ഫ്രണ്ടിൽ പോയാൽ അവിടെ പാല് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് കാണാം. അതെടുത്തിട്ട് ചായ വെക്കലാണ് ഫസ്റ്റ് പരിപാടി. അതിന് ശേഷമാണ് പല്ല് തേപ്പ്. പക്ഷേ ഈ ചായ വെക്കുന്നത് എനിക്കല്ല കേട്ടോ. ഞാൻ ചായയും കാപ്പിയൊന്നും രാവിലെ കുടിക്കുന്നില്ല, ഓൺലി പച്ചവെള്ളം. അപ്പോൾ ആഗോന് ബൂസ്റ്റ്, അമ്മയ്ക്ക് ചായ, അതാണ് ഞാൻ വയ്ക്കുക. അല്ലാതെ ഞാൻ ചായ കുടിക്കത്തില്ല. അപ്പോൾ അതൊക്കെ വെച്ച് കഴിഞ്ഞ് ഞാൻ നേരെ ബാത്റൂമിൽ പോയി പല്ലൊക്കെ തേച്ച് രാവിലത്തെ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ബാക്കി പരിപാടീസ്. പക്ഷേ ഉണ്ടല്ലോ, ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ അമ്മമ്മ പറയുമായിരുന്നു, ആ വീട്ടിലെ ഏറ്റവും വലിയ ക്ലാസ്സിലാണ് രാവിലെ എണീറ്റാൽ ചായ കുടിക്കുക എന്നുള്ളത്. ചായയല്ല, ഇതുപോലെ ബൂസ്റ്റോ ഹോർലിക്സോ എന്തെങ്കിലുമൊക്കെ. പിന്നെ അത് മാറിപ്പോയി. എപ്പോഴാണ് മാറിയതെന്ന് എനിക്കും അറിയില്ല. അത്രയും കുടിച്ചിരുന്ന ആളാണ്. ഞങ്ങൾ ചായക്കടയായിരുന്നു ഞങ്ങൾക്ക്. എന്നിട്ട് എല്ലാവരും പറയും, ചായക്കടയായിട്ട് ചായ കുടിക്കില്ല, ഞാനൊക്കെ ആയിരിക്കണം 3 നേരം 4 നേരം ചായ കുടിക്കാൻ പറയും. അത് എനിക്കാണെങ്കിൽ സ്മെല്ലടിച്ചാൽ തന്നെ എനിക്ക് പറ്റില്ല. പിന്നെ ഇപ്പോഴാണ് കുറച്ചെങ്കിലും പാലോ ഹോർലിക്സോ എന്തെങ്കിലുമൊക്കെ കുടിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ചായയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിൽ രാത്രി കഴുകി വെച്ച കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ടാവും. ഒക്കെ കുറച്ച് അപ്പുറത്ത് കൊണ്ട് വയ്ക്കാനുള്ളതെല്ലാം അപ്പുറത്ത് കൊണ്ട് വയ്ക്കും. ബാക്കിയുള്ളതെല്ലാം ഷെൽഫിലും കയറ്റിട്ടോ. എന്നിട്ട് അവിടെ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിടും. രാത്രി തന്നെ പാത്രങ്ങളൊക്കെ ഫുള്ളും കഴുകി വെക്കിട്ടോ. അന്ന് പിന്നെ രാവിലെ വൃത്തിയായിട്ട് യൂസ് ചെയ്യാമല്ലോ. എച്ചിൽ പാത്രങ്ങളൊന്നും കിടക്കില്ലല്ലോ. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് വിചാരിക്കുന്നു. എത്ര പാത്രങ്ങളുണ്ടെങ്കിലും രാത്രി തന്നെ കഴുകി വെച്ചിട്ടേ കിടക്കുകയുള്ളൂ കേട്ടോ. പക്ഷേ ഈ രാവിലെ എഴുന്നേറ്റ് എടുത്തു വെക്കുന്നത് രാത്രി തന്നെ എടുത്തു വെക്കാൻ ഭയങ്കര മടിയാണ്. അത് കഴിഞ്ഞാലുള്ള പരിപാടിയാണ് മുറ്റടിച്ച് വരും. മുറ്റം കുറച്ച് ഉണ്ട്. പിന്നെ 2 സൈഡും ചെറുതായിട്ടുണ്ട്. പിന്നെ ബാക്കിലുമുണ്ട്. ബാക്കിൽ പിന്നെ അമ്മ അങ്ങനെ അടിച്ചു വിടും. പിന്നെ മുറ്റം അടിക്കലാണ് മെയിൻ പണി. നല്ല എനിക്കിപ്പോൾ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ നേരത്തേക്കൊരു കയ്യും മേലും നടുവൊക്കെ ഒരു വേദന ഉണ്ടാവും കേട്ടോ. അത് ഈ മുറ്റമടിക്കൽ കൂടി മാറിക്കിട്ടും. നല്ല സുഖമാണ്. ഇങ്ങനെ കുമ്പിട്ട് നിവർന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ആശ്വാസം കിട്ടും. അടിച്ചൊരുക്കൊണ്ടിരിക്കുമ്പോൾ ഒരു എയറോപ്ലെയിൻ പോകുന്ന സൗണ്ട് കേട്ടു. പക്ഷേ എത്ര നോക്കിയിട്ടും കാണാനില്ല. നല്ല മഴക്കാറുണ്ടായിരുന്നു, അതുകൊണ്ട് എയർപ്ലെയിനൊന്നും കണ്ടില്ല. പിന്നെ ബാക്കിയുള്ളതെല്ലാം അടിച്ചു വാരി അവിടെ കുറച്ച് പ്ലാസ്റ്റിക് വേസ്റ്റും പേപ്പറും മിഠായി കടലാസ് എന്തൊക്കെയൊക്കെ കുറേ സാധനങ്ങൾ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ ഒന്ന് പ്ലാസ്റ്റിക്കൊക്കെ ഒന്ന് മുഴുവനായിട്ട് എടുത്ത് അപ്പുറത്ത് കൊണ്ടുപോയിട്ടു. പിന്നെ കുറച്ച് ചപ്പ് ഇലകളും ഒക്കെ ഉണ്ടായിരുന്നു. മുറ്റത്തൊരു ഒരു മാവുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് ഇലകൾ വീഴും. അപ്പോൾ മുറ്റത്തെ എക്സസൈസ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലാണ് കേട്ടോ. സ്കൂളിലെ ടൈമാണെങ്കിലൊക്കെ കുറച്ച് നേരം അപ്പോൾ തെറ്റിപ്പോയല്ലോ. സ്കൂളിലെ ടൈമാണെങ്കിൽ വേഗം എല്ലാം ആക്കും. സ്കൂളില്ലാത്ത ടൈമാണെങ്കിൽ ഞാൻ കുറച്ച് നേരം ആഗുവിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് നോണ്ടലും തൊടലൊക്കെ തലോടലൊക്കെ ആയിട്ട് കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്നിട്ടാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വന്നുണ്ടാക്കുക കേട്ടോ. ഇന്നിപ്പോൾ എന്താ, ഇഡലി ആയിരുന്നു ഉണ്ടാക്കിയത്. ഇഡലിയും പിന്നെന്താ കറി വെക്കാൻ അപ്പോൾ ഒന്നും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതങ്ങോട്ട് ആവി കയറ്റി കഴിഞ്ഞാൽ പിന്നീട് ആലോചിക്കാമല്ലോ, ഫ്രിഡ്ജ് തുറന്ന് നോക്കണം എന്താണ് എന്നുള്ളത്. അല്ലാതെ ചില സമയത്ത് നേരത്തെ പ്ലാൻ ചെയ്ത് വയ്ക്കും, ചില സമയത്ത് ഒന്നും തീരുമാനിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. രാവിലെ എണീറ്റിട്ടായിരിക്കും ഓക്കെ ഇന്നതാണെങ്കിൽ അത് വയ്ക്കാം എന്ന് തീരുമാനിക്കുക. ആഗോനെ സ്കൂളിലേക്ക് വിടാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ കറക്റ്റ് ടൈമിലെല്ലാം ചെയ്യുന്നത് കേട്ടോ. അതിന് മുമ്പൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ തീരുമാനിക്കും ഇനി എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത്. പിന്നെ അവൻ്റെ പരിപാടികൾ നോക്കണോ, എൻ്റെ പരിപാടികൾ നോക്കണോ, വീട്ടിലത്തെ പരിപാടികൾ നോക്കണോ എന്നുള്ളതൊക്കെ മെല്ലെ ഉച്ചവരെ ഇങ്ങനെ മെല്ലെ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം പിന്നെ അങ്ങനെയല്ല, ആഗോനെ സ്കൂളിലേക്ക് വിടുകയാണെങ്കിൽ കയ്യോടെ തന്നെ എല്ലാം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞല്ലോ ഒട്ടിരിക്കും. അപ്പോൾ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ ഒരു കിഴങ്ങ് ഇരിക്കുന്നത് കണ്ടു. ഇത് ഇവിടെ തന്നെ ഉണ്ടായതാട്ടോ. വലിയ പീസായിരുന്നു. ലഞ്ച് വെട്ടാൻ ഉള്ള സമയത്തായിരുന്നു. ആ സമയത്ത് ഒരുപാട് കിട്ടി. എന്നിട്ട് കിഴങ്ങും ബീഫും മീൻകറിയും കപ്പയും അങ്ങനെ പല ടൈപ്പിൽ വെച്ചിട്ട് വീണ്ടും ഒരു പീസും കൂടെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതിനെ അങ്ങ് കറി വെച്ചു ഇഡലീൻ്റെ കൂടെ. അവൻ എന്തെങ്കിലുമൊക്കെ സ്കൂളിലേക്ക് എന്തായാലും രാവിലെ ഉണ്ടാകുന്ന പലഹാരം തന്നെയാണ് അവന് കൊണ്ടുപോകുക.
അപ്പോൾ പിന്നെ അതിനെന്തായാലും അവനൊരു കറിയും വേണം. അപ്പോൾ പിന്നെ കിഴങ്ങ് കറി ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അമ്മ രാവിലെ പുറം പണികളാണ് അമ്മ ചെയ്യുക കേട്ടോ. വീട്ടിൻ്റെ ഉള്ളത്തെ പരിപാടികളൊക്കെ ഞാൻ, പുറത്തെ പരിപാടികളൊക്കെ പുറത്ത് അടുപ്പുണ്ടല്ലോ, അടുപ്പ് കത്തിച്ച് അതിൽ ചോറ് വയ്ക്കുക, വെള്ളം വയ്ക്കുക, വേറെ എന്തെങ്കിലുമൊക്കെ കറികളുണ്ടെങ്കിൽ ചിലപ്പോൾ അതിലായിരിക്കും വയ്ക്കുക. അതൊക്കെ അമ്മ ചെയ്യും. പിന്നെ പുറത്തുള്ള കുറേ ചെടികളും കാര്യങ്ങളും ഒക്കെ അമ്മ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഫുൾ അമ്മയാണ്. അവനെ അയ്യോ എഴുന്നേക്ക്. ഇതാണ് അടുത്ത് വരുന്നത്, ആകുണിനെ എഴുന്നേൽപ്പിക്കുക എന്നുള്ളത്. 2-3 വട്ടം വിളിക്കണം എഴുന്നേക്കാൻ കേട്ടോ. എഴുന്നേറ്റ് കഴിഞ്ഞ് വേഗം പല്ല് തേപ്പിച്ച് ചായയൊക്കെ കൊടുത്ത് കുളിയൊക്കെ വേഗം തീർത്ത് കഴിയും കേട്ടോ. അവിടെ കയറി ഇരിക്കി, കഴിക്കാൻ തരാം. അപ്പോൾ രാവിലെ ഇഡലി റെഡിയായി. നല്ല ചൂട് സോഫ്റ്റ് ഇഡലി ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കപ്പ് കറി വെച്ചത്. അത് എരിവൊന്നും ഇട്ടിട്ടില്ല, കാരണം അവൻ സ്കൂളിലേക്ക് കൊണ്ടുപോകണ്ടല്ലേ. പിന്നെ അവന് കഴിക്കാൻ അതിൽ ഒരു മുട്ട കൂടി ഞാൻ രാവിലെ കൊടുക്കും കേട്ടോ. ഇതേ കഴിക്കുന്നത് ആരോ പറഞ്ഞ പോലെയാണ്. ഈ കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് പനി വരും, അതുകൊണ്ട് ഭക്ഷണം കഴിക്കൽ ഭയങ്കര കമ്മി വരും. കുരുവി. അങ്ങനെ ആകോട്ടൻ ദേ റെഡിയായി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആകുണ്ണീനെ സ്കൂളിലേക്ക് വിടുന്ന കാര്യങ്ങൾ ഞാൻ നോക്കട്ടോ. വേറെ പിന്നെ കിച്ചണിലെയോ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കില്ല. അവനങ്ങ് സ്കൂളിലോട്ട് വിട്ട് കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞല്ലോ. ടാറ്റ കൊടുക്കും. ബസ് വരുന്നുണ്ട്. ഇവിടെ അടുത്ത് തന്നെയുള്ള സ്കൂളാട്ടോ, പത്തിരിപ്പാലയിലുള്ള സ്കൂളാണ്. സേവാസദൻ സെൻട്രൽ സ്കൂളാണ്. എൻ്റെ വീട്ടിൽ നിന്ന് വളരെ അടുത്താണ്, കുറച്ചങ്ങ് നടക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെന്താ, ഭക്ഷണം കഴിച്ചാ? എന്താ കഴിച്ചിട്ട് വന്നോ? നീ കഴിച്ചിട്ടില്ലല്ലോ. കഴിക്കണം. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇതേ കണ്ടില്ലേ, രഞ്ജുവേട്ടൻ ഇടയ്ക്കിടയ്ക്ക് കോൾ ചെയ്യും. വീഡിയോ കോളായിട്ടും ഓഡിയോ കോളായിട്ട് ഇടയ്ക്കിടയ്ക്ക് വിളിക്കും കേട്ടോ. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ ആ പരിപാടിയും കൂടി നടക്കും. ഇപ്പോൾ രഞ്ജുവേട്ടൻ എന്തോ കോമ്പറ്റീഷന് വേണ്ടിയിട്ടോ എന്തിനോ പോയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഫുൾ ബിസിയാണ് എന്നാണ് പറയുന്നത്. എപ്പോൾ നോക്കിയാലും പണി എന്നാണ് പറയുന്നത്. ഇത്രയും ദിവസം ഓഫീസറായിരുന്നിട്ടേ അവിടെ പ്രത്യേകിച്ച് ഒരു പണി ഉണ്ടായിരുന്നില്ല, സുഖമായിരുന്നു. ഇപ്പോൾ ഈ ലീവ് കഴിഞ്ഞപ്പോൾ ശേഷം ഭയങ്കര പണി. അതുകൊണ്ട് ആൾക്ക് പണ്ടത്തെ പോലെ അത്ര വിളിക്കാനുള്ള ടൈം കിട്ടുന്നില്ല പറയുന്നത്. ആകുണ്ണീനെ സ്കൂളിലേക്ക് വിട്ട് കഴിഞ്ഞാൽ നല്ല വിശപ്പായിരിക്കും. ഞാൻ വേഗം പോയി കഴിക്കട്ടോ. ചിലപ്പോൾ അവന് കൊടുക്കുന്ന സമയത്തേ ഞാൻ അങ്ങനെ കഴിക്കും, അല്ലെങ്കിൽ പിന്നെ അവൻ പോയത് ഞാൻ കഴിക്കും. പിന്നെ രാവിലെ എഴുന്നേറ്റ് പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ ഒന്നും കഴിക്കുകയൊന്നുമില്ല എഴുന്നേറ്റതും, അതുകൊണ്ടാണ്. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ചായ വെച്ച പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഒന്ന് അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷമാണ്, തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് പിന്നെ ഉച്ചയ്ക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയുള്ളൂ കേട്ടോ. കാരണം അടുക്കളയൊന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ തന്നെ നമുക്ക് പകുതി പണി തീർന്ന പോലെ തോന്നും. അത് കഴിഞ്ഞാൽ അതേ കണ്ടില്ലേ, ഈ കിടക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇതുപോലെ ആക്കിയെടുക്കണം. പിന്നീട് കുറച്ച് തുണികളൊക്കെ ഉണ്ടാവും, അതൊക്കെ വാഷ് ചെയ്യണം കേട്ടോ. രാവിലെ തന്നെ വാഷ് ചെയ്തിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കൊക്കെ ഒന്ന് ഉണയും കിട്ടുമല്ലോ. മഴയുണ്ടെങ്കിലൊക്കെ ആണെങ്കിൽ രാവിലെ വാഷ് ചെയ്തിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും വെള്ളം വാർന്നെങ്കിലും കിട്ടും. അത് കഴിഞ്ഞ് ഞാൻ ലഞ്ചിലേക്കുള്ള പ്രിപ്പയർ ചെയ്യും. അവിയലായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിലൊരു ചേന കഷ്ണം ചൊറിഞ്ഞിട്ട് എനിക്ക് അന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ അടുപ്പിൽ വെച്ചിട്ട് ബാക്കി പരിപാടികൾ, അതായത് അടിച്ചു വരുക, തുടയ്ക്കുക, അങ്ങനത്തെ കലാപരിപാടികളിലേക്ക് കടന്നു കേട്ടോ. അകു പോയി കഴിഞ്ഞാൽ പിന്നെ അകു സ്കൂളിൽ പോണതുകൊണ്ട് ഇപ്പോൾ ഇവിടെ അങ്ങനെ എന്താ പറയുക, കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ അത് ഇങ്ങനത്തെ ചില സാധനം ടോയ്സ് കാര്യങ്ങളൊക്കെ ഇതുപോലെ സെറ്റിൻ്റെ അടിയിലോ ടീപ്പോയിൻ്റെ അടിയിലോ ഡൈനിങ് ടേബിളിൻ്റെ അടിയിലോ ഒക്കെ ഉണ്ടാവും. ഈ അടിച്ചു ഒരു നേരത്തെ ഈ കുമ്പിട്ടെടുക്കുക എന്നുള്ളതാണ് മെയിൻ ടാസ്ക്. അതുകൊണ്ട് എനിക്ക് ദേഷ്യം വരും. പിന്നെ വലിയ വീട് വെക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഒരു ടിപ്പ് പറഞ്ഞു തരാം. ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അടിച്ചു കോരി തുടച്ചിട്ട് നിങ്ങളുടെ ഊപ്പാട് ഇളകിപ്പോകും. വീട്ടിൽ വേറെ ജോലിക്കാരൊന്നുമില്ല, നമ്മൾ തന്നെ സ്വയം ചെയ്യണമെന്നുണ്ടെങ്കിൽ.
അതുകൊണ്ട് ഞാൻ പിന്നെ ഡെയിലി അടിച്ചു വരുമെങ്കിലും തുടയ്ക്കലൊക്കെ ആകുന്നില്ലാത്ത കാരണം കൊണ്ട് ഇടയ്ക്കേ ചെയ്യുള്ളൂ കേട്ടോ. കണ്ടില്ലേ എത്ര സാധനങ്ങളാണ് പെറുക്കിയെടുത്ത് ഞാൻ. ഇത് കുറവ് നിത്തുണ്ടെങ്കിൽ ഇതിനേക്കാളും ഇതായിരിക്കും ഇവിടെ. അത് കഴിഞ്ഞ് വീടൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കലാണ്. അതും കാര്യമായിട്ട് വേറൊരു ടിപ്പും കൂടി പറഞ്ഞുതരാം. വൈറ്റ് ടൈല് ചെയ്യരുത്. കണ്ടില്ലേ എന്തെങ്കിലും ജസ്റ്റ് ഒരു കറയായാൽ തന്നെ വൃത്തികേടായിരിക്കും. ഇതെടുക്കുമ്പോഴേ പറഞ്ഞു കേട്ടാ വൈറ്റ് വേണ്ട, വൈറ്റ് വേണ്ട, വേറെ എത്ര ടൈലുണ്ട്, വല്ല റെഡോ ബ്ലാക്കൊക്കെ ആണെങ്കിൽ സന്തോഷമായി ഇടാന്ന് സമ്മതിച്ചതേയില്ല. എന്നിട്ട് വൈറ്റ് തന്നെ വേണം പറഞ്ഞിട്ടാണ് വൈറ്റ് ഇട്ടത്. ഇപ്പം എന്തായി, തുടച്ച് വൃത്തിയാക്കേണ്ടത് ഞാനല്ലേ. അങ്ങനെ ഇതൊക്കെ ഒന്ന് തുടച്ച് വരുമ്പോഴേക്ക് മതിയാവും. അതിൻ്റെ ഇടയിൽ അവിയൽ ഞാൻ റെഡിയാക്കി. അതിൽ മീൻകറി ഉണ്ട്. അപ്പോൾ പിന്നെ എന്തൊക്കെ അതൊക്കെ മതി എന്ന് വിചാരിച്ചു. ആരുള്ള ഞാനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ. ചിലപ്പോൾ കഴിക്കാൻ പോകണ നേരത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു ചമ്മന്തിയോ മുട്ട പൊരിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ ഇത്രയും കഴിഞ്ഞോടെ ഒരു 10:20 ആകുമ്പോഴേക്കൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ കുറച്ച് റെസ്റ്റ് എടുക്കലായി. അങ്ങനെ റെസ്റ്റ് എടുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ടൈം പോയതറിഞ്ഞില്ല. ഒരു 11 മണിയൊക്കെ ആയി. അപ്പം ഇന്ന് ശരി ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു. കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ നല്ല വിശപ്പ്. അപ്പോൾ രാവിലെ ഞാൻ കുറച്ച് എക്സ്ട്രാ ഫുഡ് ഉണ്ടാക്കും, പലഹാരം. അപ്പോൾ അത് പോയി കഴിക്കട്ടെ ഇടയിൽ. പിന്നെ കുറച്ച് ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ ഒരു 2 സാരിയൊക്കെ അടിക്കാനും ഒരു നൈറ്റി ഷേപ്പ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. ഓണത്തിന് എടുത്തത് കേട്ടോ. പക്ഷേ ഇപ്പോഴാണ് ഞാൻ അതെല്ലാം ചെയ്തത്. ടൈലർമാരൊക്കെ അങ്ങനെ തന്നെയല്ലേ അല്ലേ? തുണി കിട്ടിക്കഴിഞ്ഞാൽ ഒരാഴ്ച 2 ആഴ്ച 1 മാസം കഴിഞ്ഞിട്ടല്ലേ അടിച്ചു കൊടുക്കുള്ളൂ. അപ്പോൾ ആകുണില്ലാത്ത സ്ഥിതിക്ക് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തു ഞാൻ അമ്മയ്ക്ക്. ഇതൊരു കണ്ടോ, ഈ ഒരു നൈറ്റിയും ഈ ഒരു സാരിയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത്. അങ്ങനെ ഈ പരിപാടി നിങ്ങൾക്കുണ്ടോ? ഐ മീൻ ഗർഭിണികൾക്കുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ണാടി പോയിട്ട് വയറത്രയും നോക്കുക ഉണ്ടാവും, ഇല്ലാതിരിക്കില്ല. അത് കഴിഞ്ഞ് ഉച്ച ഒരു 1 മണി അല്ല 12:30 ആയപ്പോൾ എനിക്ക് വിശക്കാൻ തുടങ്ങും. അപ്പം ഞാൻ അവിയലൊക്കെ കൂട്ടി ചോറൊക്കെ ഉണ്ട് സുഖമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങും കുറച്ച് നേരം, ആകുണ്ണി വരുന്നത് വരെ. ആകും എത്താൻ 4:10 ആവും. ഞാനൊരു 3:45 എഴുന്നേറ്റ് അവനുള്ള ബൂസ്റ്റും അമ്മയ്ക്കുള്ള ചായയൊക്കെ റെഡിയാക്കും. പിന്നെ ഞാനൊന്നും കുടിക്കാത്തത് കൊണ്ട് 7 കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. എന്താണെന്നറിയില്ല, കുടിക്കാൻ പാടില്ല, പക്ഷേ കുടിക്കുമ്പോൾ എന്ത് സുഖമാണ്. ഈ ബോട്ടിൽ ആക്ച്വലി ഞാനും ചിഞ്ചു തന്നെ മിക്കവാറും കുടിച്ച് തീർത്തത് കേട്ടോ, ഞങ്ങൾ 2 ഗർഭിണികൾ. ഇത് കണ്ടില്ലേ, പായസപാത്രമാണ്, പക്ഷേ അതിനകത്ത് ബൂസ്റ്റാണ്. ബൂസ്റ്റ് നിറയെ ബൂസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ബോട്ടിൽ തികയാത്തത് ഇതിനകത്ത് ഇട്ട് വെച്ചതാണ്. പിന്നെ ഇവിടെ സ്നാക്സ് ഉണ്ടായിരുന്നു, അപ്പോൾ ഇടയ്ക്ക് അതൊന്നും എടുത്ത് കുറുക്കിയായിരുന്നു. ഉണ്ണിക്ക് ഇപ്പം തന്നെ ചായ ഉണ്ടാക്കി വെച്ച് എല്ലാം അവൻ വരുമ്പോഴേക്കും ചൂടാറിയിട്ടിരിക്കുകയുള്ളൂ. അവന് നല്ല പച്ചവെള്ളം പോലെ വേണം, എന്നാലേ കുടിക്കുകയുള്ളൂ. കുറച്ച് ചൂടെങ്കിലും ഉണ്ടെങ്കിലും പോലും അവ അയ്യാ ചൂട് പറയും. അങ്ങനെ നമ്മുടെ ആഘോട്ടൻ വന്നു. ആഘോട്ടൻ ഒരു 3:20 ബസ്സിൽ കയറി ഇരിക്കട്ടോ. എന്നിട്ട് 4:10 ഇവിടെ എത്തുള്ളൂ. അപ്പോൾ ആൾ കയറിയിരുന്ന് നല്ല ഉറക്കമായിരിക്കും കേട്ടോ. അങ്ങനെ ഉറങ്ങി എണീറ്റ് ക്ഷീണിച്ച കോലത്തിലാണ് വരിക. അവന് ചായയും ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ അവൻ്റെ യൂണിഫോമും ടിഫോൺ ബോക്സൊക്കെ എല്ലാം വാഷ് ചെയ്യാൻ കൊണ്ടു കേട്ടോ. കൈയോടെ വാഷ് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് തന്നെ മറന്നു പോകും. ഇത് കണ്ടില്ലേ സ്നാക്സ്. അപ്പോൾ ഇതൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് നേരം പുറത്ത് പോയിരിക്കും കേട്ടോ. അവൻ എന്തെങ്കിലുമൊക്കെ കളിക്കും, ഞാനും അമ്മയും കൂടെ പുറത്ത് ഇങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞ് വിളക്ക് കാട്ടുക, മേല് കൊടുക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരിക്കും. പിന്നെ അമ്മ ഒന്ന് വാക്കിങ്ങിന് പോവും വൈകിട്ട് എല്ലാവരുടെയും കൂടെ. അപ്പോൾ ഞാൻ ആ ടൈമിൽ വൈകിട്ട് എന്തെങ്കിലും കഴിക്കാനുള്ളതൊക്കെ റെഡിയാക്കും. പിന്നെ രാത്രി അവന് ഒരു 7:30 ആകുമ്പോൾ ഫുഡ് കൊടുക്കും കേട്ടോ. കണ്ടില്ലേ കഴിക്കാൻ എന്തൊരു മടിയാന്ന് വെച്ചിട്ട്, അതുകൊണ്ട് ബാക്കിയുള്ള ചോറ് ഞാൻ തന്നെ കഴിച്ചു. എൻ്റെയും ഡിന്നർ കഴിഞ്ഞു. പിന്നെ രാത്രി ഫുൾ പാത്രങ്ങളും സകലം മനതും കഴുകി വെക്കും കേട്ടോ. കഴുകി വൃത്തിയാക്കി
ചിലപ്പോൾ ഒരു മൂടുണ്ടെങ്കിൽ എല്ലാം എടുത്തവിടെ തന്നെ സെറ്റാക്കി വെക്കും, ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ വെക്കും. ചിലപ്പോൾ തീരെ വയ്യാതാവും, അപ്പോൾ പിന്നെ ശരി കഴുകിയെങ്കിലും കഴിഞ്ഞില്ല ഇവിടെ ഇരിക്കട്ടെ വെച്ചിട്ട് അങ്ങോട്ട് പോകും. അല്ലെങ്കിൽ കൈയോടെ ഞാൻ ക്ലീൻ ചെയ്തിടും. അങ്ങനെ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ അടുക്കള പൂട്ട് ഞാൻ പിന്നീട് അവിടെ ഒരു പരിപാടി ഇല്ല കേട്ടോ. അത് കഴിഞ്ഞാൽ ആകുണ്ണിനെ പഠിപ്പിക്കലാണ്. അവൻ അതിലൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് കാണിക്കും. അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാറില്ല. പിന്നെയും അച്ഛൻ വന്നതിന് ശേഷമാണ് കുറച്ച് മടി കാണിക്കണത്. ഇപ്പോൾ കളിയാണ്, അതുകൊണ്ട് ആദ്യമൊക്കെ ഗുഡ് ബോയ് ആയിട്ടിരുന്ന് പഠിക്കുമായിരുന്നു. അപ്പോൾ കണ്ടില്ലേ ഭയങ്കര സംസാരമാണ് ഉണ്ടാവുക. അങ്ങനെ സ്റ്റഡി ടൈം കഴിഞ്ഞാൽ ഞാനൊന്ന് മേലൊക്കെ കഴുകി ഞങ്ങൾ രണ്ടുപേരും കിടക്കാൻ പോകട്ടോ. ഒരു 9:30-10 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ കിടക്കും. നാളെയാണ് ആൾ രാവിലെ എണീറ്റേ വിളിക്കുള്ളൂ, വിളിച്ചെഴുന്നേക്കുള്ളൂ കേട്ടോ. ഗുഡ് നൈറ്റ് പറ. Good night. ഗുഡ് നൈറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു ദിവസം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ.